ശ്രീ ഷോൺ ജോർജ്, ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആ എക്സാലോജിക്കിന് പണം നൽകിയതായി ആരോപണമുയർന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് സർക്കാർ നൽകിയത് കോടികളാണെന്നതിന് കൃത്യമായ തെളിവുകളാണ് ജനം ടി വിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2019 മുതൽ അങ്ങോട്ട് 4 കോടി രൂപക്കെടുത്താണ് വിവിധ പദ്ധതികളിലായി സർക്കാർ നൽകിയത്. അതും പക്ഷേ പല പദ്ധതികളും നടപ്പിലാകാത്തതുമാണ്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? വിവിധ പ്രോജക്റ്റുകളുടെ കൺസൾട്ടൻസി എന്ന നിലയിലാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് സംസ്ഥാന സർക്കാർ പണം നൽകുന്നത്. അത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി, നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ശിവശങ്കർ അധ്യക്ഷനായിട്ടുള്ള സ്ഥാപനമാണ് ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനുമായിട്ട് കൺസൾട്ടൻസി കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അത് സ്കൈ പാർക്ക് ഉൾപ്പെടെ ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പ്രോജക്റ്റുകൾക്കായിട്ടാണ് ഇവരെ കൺസൾട്ടൻസി ആയിട്ട് നിയമിച്ചത്. ഈ സ്വപ്ന സുരേഷിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് ആണ് ആ കൺസൾട്ടൻസി കരാർ ഇവരുമായിട്ട് ക്യാൻസൽ ചെയ്യുന്നത്. ആ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ 35ഓളം ആളുകൾ ഈ കൺസൾട്ടൻസിയുടെ കീഴിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ കൺസൾട്ടൻസി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൽ ജോലി ചെയ്തിരുന്നു. അവർക്കെല്ലാം 3 ലക്ഷം രൂപയിലധികം. ഇപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞ അന്ന് സ്വപ്ന സുരേഷിന്റെ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു കേട്ടതനുസരിച്ച് അവർക്ക് കിട്ടിയിരുന്ന ശമ്പളം എന്ന് പറയുന്നത് 1,07,000 രൂപയായിരുന്നു. പക്ഷേ അവരുടെ പേരിൽ സംസ്ഥാന സർക്കാർ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നത് 3,60,000 രൂപയായിരുന്നു. അപ്പം ഏറെക്കുറെ 2.5 ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ പേരിൽ മാത്രം ഒരു മാസം ഇതിൽ നിന്ന് തിരിമറി നടന്നിട്ടുണ്ട്. ആ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നുമാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക്, ദുബായിലുള്ള അക്കൗണ്ടിലേക്ക് പണം ചെന്നിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചത്. അതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിന്റെ പുറകിൽ വലിയ, ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കൂട്ടുകച്ചവടമാണ്. ഇതെല്ലാം അന്വേഷണ വിധേയമായി പുറത്തു വരേണ്ടതുമാണ്. ഇവിടെ അന്വേഷണ വിധേയമായി കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയിലേക്കല്ലേ എത്തുക? കാരണം സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നിർവഹണത്തിന് കോടികൾ നൽകുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇത്തരത്തിലേക്ക് എത്തില്ലല്ലോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം ഇതിന്റെ വിഹിതവും പറ്റിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. അതായത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള സംശയം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അല്ലേ? അത് അവിടെയും മാസപ്പടി CMRL ഇടപെടൽ മാത്രമല്ല, ഈ വിഷയത്തിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിലും മാസപ്പടി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. എനിക്ക് ഉറപ്പുള്ള കാര്യം, അത് സ്വപ്ന സുരേഷിന്റെ പത്രസമ്മേളനത്തിൽ നിന്നും അവർ കൃത്യമായി പറഞ്ഞു. എല്ലാ മാസവും ഏറെക്കുറെ വീണയുടെ അബുദാബി അക്കൗണ്ടും ഈ കരാറിന്റെ കാലം ഒരേപോലെയാണ്. ഈ കരാർ അവസാനിച്ച ഉടനെ തന്നെയാണ് വീണയുടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ മാസപ്പടി തന്നെ, ഈ വിഷയത്തിലും മാസപ്പടി തന്നെ വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, വളരെ നന്ദി ഷോ ജോർജ്. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.